നമുക്കൊന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി കുറച്ച് നാട്ടുമാങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 12 നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കൈകൊണ്ടൊന്ന് നിരടിയിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള അരപ്പിന് നമുക്ക് തേങ്ങയും ജീരകവും മാത്രം മതി. തേങ്ങയും ജീരകവും നല്ല മഷിമാരി അരച്ച് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി നല്ല കട്ടിക്ക് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കുക. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങളിഷ്ടം. പിന്നെ അതിന് ശേഷം കുറച്ച് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ ജീരകം കൂടി ഇതിലേക്ക് ഇടുക. പിന്നെ നല്ല കട്ട തൈര് ഇടുക. 1 കപ്പോളം ഞാൻ കട്ട തൈര് ഇട്ടിട്ടുണ്ട്. തൈര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേവിക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിക്കുക. താളിച്ച് ചൂടോടെ തന്നെ നമ്മൾ ആ കറിയിലേക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. അടിപൊളി പുളിശ്ശേരി ഇതവിടെ റെഡി. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.